ഹലോ, ഇന്നത്തെ റെസിപ്പി ക്യാരറ്റ് ഹൽവയാണ്. അതിനായി ഞാനിവിടെ 4 ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. ക്യാരറ്റ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കുക. ബട്ടർ മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുക. അണ്ടിപ്പരിപ്പോ വേറെ ഏത് നട്ട്സും നമുക്ക് ചേർക്കാം. ഇനി അണ്ടിപ്പരിപ്പ് ഒന്ന് റോസ്റ്റായി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ക്യാരറ്റും ബട്ടറും നന്നായിട്ട് മിക്സ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് കുക്കായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കണം. നെയ്യ് നന്നായിട്ട് ഇളക്കി ക്യാരറ്റിലൊക്കെ ചേർത്തതിന് ശേഷം ഇതിലേക്ക് മധുരത്തിനാവശ്യമായി 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരം കൂടുതൽ വേണ്ടവർക്ക് പഞ്ചസാരയുടെ അളവ് കൂട്ടാവുന്നതാണ്. പഞ്ചസാര ചേർത്ത് ക്യാരറ്റ് നന്നായിട്ട് ഇളക്കുക. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് 2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കണം. ഈ പാലിൽ കിടന്നിട്ട് നമ്മുടെ ക്യാരറ്റ് നന്നായിട്ട് കുക്കായി വരണം. ഇടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കരുത്. ഇടയ്ക്ക് ഇളക്കി വേണം വേവിക്കാൻ. ഏകദേശം പാല് വറ്റി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മുടെ പാല് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. പാല് മുഴുവനായിട്ടും വറ്റി വരുന്നത് വരെ ഇത് ഇളക്കി കൊടുക്കണം. പാലിൻ്റെ അളവ് കുറയുന്നതിനനുസരിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് അല്പം നെയ്യ് പുരട്ടി നമ്മുടെ ഈ ക്യാരറ്റിൻ്റെ മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇതിൽ നന്നായിട്ട് അമർത്തി കൊടുത്ത് വെക്കുമ്പോൾ അത് സെറ്റായി വരും. ഇത് ചൂടോടെയും തണുത്തിട്ടും കഴിക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ്.